നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ വിക്രവും വേദയും കൂടെ സംസാരിച്ചിരുന്നിട്ട് നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴാണ് അവരൊന്ന് ഉറങ്ങണത്. അപ്പം വേദയ്ക്കറിയായിരുന്നു വിക്രത്തിന് കാലിനൊക്കെ വേദനയുണ്ട്. ഒരു പക്ഷേങ്കിൽ സംസാരിച്ചിരിക്കുവാണെങ്കിൽ വേദനയ്ക്കൊരു കുറവ് വന്നാലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നേരം വെളുക്കാറായത് പോലും അറിഞ്ഞില്ല. ഒരു വേദയാണ് പറഞ്ഞത്, ഇനി വിക്രം പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ വിക്രം കിടന്നുറങ്ങി. നേരം വെളുത്ത് കഴിഞ്ഞിട്ടും കുറേ സമയം വിക്രം കിടന്നുറങ്ങി. നല്ല ഉറക്കമായിരുന്നു. നേരം വെളുത്തതുപോലും വിക്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉറങ്ങണ സമയത്ത് വിക്രം ഒരു ദുസ്വപ്നം കാണുവാണ്. ദുസ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഞെട്ടി എഴുന്നേറ്റ് തല്ലിപ്പടിക്കുകയാണ്. അപ്പോഴേ കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷിത. അപ്പോൾ ആ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിക്രം അത് ശ്രദ്ധിച്ചു പോലും. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഡ്രിപ്പ് ഇട്ടിരുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തട്ടിമറിഞ്ഞ് താഴെ വീണു. കൈ എന്നെല്ലാം കൂടെ ഊരിപ്പോയി. ആകെപ്പാടെ വിക്രത്തിനൊരു വെപ്രാളമായി പോയായിരുന്നു. അപ്പോഴേക്കും ഇഷിത ഓടി വന്നു ഒച്ച കേട്ടിട്ട്. എന്താ വിക്രം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. പെട്ടെന്ന് തന്നെ ഇഷിത വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. വിക്രം ആകെപ്പാടെ വേർത്ത് കുളിച്ചു പോയായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സ്വപ്നമാണ് വിക്രം കണ്ടത്. ഇതേ സമയത്താണ് വേദ വിളിക്കുന്നത്. വിക്രം എഴുന്നേറ്റെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. കാരണം നേരം പുലർന്ന് അത്ര സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ വിക്രം താമസിച്ച് കിടന്നുകൊണ്ടാണ് അത്ര ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. ആ സമയം വേദ ചോദിച്ചു, എന്താ വിക്രം, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല എന്ത് പറ്റി, സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നേ? അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു പറഞ്ഞു. സ്വപ്നമോ? എന്ത് സ്വപ്നം? അതൊരു ദുസ്വപ്നം കണ്ടു. അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അപ്പോഴാണ് വിക്രം ആ കാര്യം പറയണേ. ഞാൻ ഉറക്കത്തിൽ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛനൊരു മൈതാനത്ത് കുറേ ആൾക്കാർ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നേ. പിന്നീട് ചുറ്റും നിന്ന് കല്ലെറിയുന്നു. അച്ഛൻ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുന്നുണ്ട്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, കൊള്ളാം, ഇതായത് അതിന് അച്ഛനെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിടാൻ പോകുന്നുണ്ടോ? അല്ല വേദേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇനിയിപ്പം എന്നോടുള്ള ദേഷ്യത്തിന് ആ വാസവൻ എന്തേലും ചെയ്യുമോ എന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതേ സ്വപ്നം കണ്ടിട്ട് ഇവിടെ കയ്യേറ്റിട്ടിരുന്ന ഡ്രിപ്പൊക്കെ ആകെപ്പാടെ വലിച്ചൂരി കുളമാക്കിയിട്ടിരിക്കുമായിരുന്നു പറഞ്ഞു. ആ സമയം വേദ അത് കേട്ടു. ഇഷിത ഉറക്കെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും വേദ ചോദിച്ചു, എന്താ വിക്രത? അത് പിന്നെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാ. ആ കയ്യേന്ന് അത് വിട്ടുപോയതുപോലും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. വേദ പറഞ്ഞു, അതെ ടെൻഷൻ അടിക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, വേണ്ട, വേദയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ, വരണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ വേദ പറഞ്ഞു, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇഷിത ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ വേദനയെന്ന് ചോദിച്ചു. കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വിക്രത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. കാലൊക്കെ താങ്ങി വിക്രത്തിന്റെ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനുവേ വിക്രം അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വപ്നമാണെന്ന് പോലും വിക്രത്തിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇഷിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അച്ഛനെ ഒന്ന് വിളിക്കണമെന്നും അച്ഛനെ സൗണ്ട് കേൾക്കണമെന്നൊക്കെ തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ആരെയും ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൽക്കാലം വേദ പറഞ്ഞ പോലെ ഒളിവ് കഴിയാം. സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന് കരുതി. ഈ സമയത്ത് വേദ വിക്രത്തിൻ്റെ അരിയിലേക്ക് വരാനായിട്ട് റെഡിയാകുവാണ്. അപ്പോഴേക്കും പത്മ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ മോളെ നീ നേരത്തെ പോന്നേ? കോടതിയിലേക്ക് അല്ലേന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, ആ കോടതിയിലേക്കാ, കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീകാന്ത് വേദയെ ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ, അവളുടെ സങ്കടമുണ്ടോ? പക്ഷെ സങ്കടമൊന്നും കാണുന്നില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാന്ന് തോന്നി. ശ്രീകാന്ത് ചോദിച്ചു, അല്ല വേദ, വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എന്നെക്കാളും കൂടുതലായിട്ട് അറിയാവുന്ന ശ്രീയേട്ടനല്ലേ, പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പത്മ ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലമ്മേ. ശരി, അല്ല നീ കാപ്പ് കുടിക്കുന്നില്ലേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പത്മ പറഞ്ഞു, നേരെ ചൊവ്വേ ആഹാരം പോലും അവള് കഴിക്കുന്നില്ല. ശ്രീകാന്ത് പറഞ്ഞു, അവൾക്ക് വിശപ്പില്ലാത്തതുകൊണ്ടായിരിക്കും. എടാ അതൊക്കെ നീ പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ ആ വിക്രത്തിന്റെ കാര്യം ഓർത്തിട്ടാന്ന് എനിക്ക് തോന്നേ. വിക്രത്തെക്കുറിച്ച് ഓർത്തിട്ട് അവൾക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നുമില്ലേലും ഇത്രയും കാലം അവൾ അവിടെ ജീവിച്ചല്ലേ, അതിൻ്റെതായ വിഷമമില്ലാതിരിക്കുമോ? ശ്രീകാന്ത് പറഞ്ഞ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് അവളെ. അവൻ എത്ര വലിയ ക്രൂരനായിട്ടാ ആ പാമ്പ് പിടിച്ച ചെറുക്കനെ ഇല്ലാതാക്കിയത്, എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുവാണെന്ന് ചോദിച്ചു. അല്ലട മോനെ, സപ്പോർട്ട് ചെയ്തല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേദയുടെ അവസ്ഥ കണ്ട് പറഞ്ഞതാ. അവൾക്ക് നല്ല സങ്കടമുണ്ട്. കാര്യം പറഞ്ഞാൽ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ ആ മാഷിന്റെ വീട്ടിലാന്ന് തോന്നേ എന്ന് പറഞ്ഞിട്ട് പത്മയകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ശങ്കരനാരായണയുടെ കാര്യങ്ങൾ പറയണം. വേദയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശങ്കരനാരായണൻ പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, എന്താണെങ്കിലും അവനെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യത്തിന് തീരുമാനമോ. പിന്നെ വേദ എങ്ങോട്ടേക്ക് പോകാനാ, വേദ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു.
പത്മ പറഞ്ഞു, വേദയുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ശങ്കരേട്ട, അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് മാഷും വിനായകനും വിശ്വമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു, അല്ല മാഷേ, അവിടേക്ക് ഇങ്ങനെ കയറി ചെല്ലണം, ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? എന്തിനാ? അല്ല, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, നിങ്ങൾ എങ്ങാനും പിടിച്ച് അകത്തിടുമെന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, ഞങ്ങൾ എന്തിനാ പിടിച്ച് അകത്തിടുന്നത്, അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അല്ല, ആ SI സാബു, അയാളുടെ കാര്യം അറിയാലോ, അയാൾക്ക് ചിലപ്പം അച്ഛനോടൊക്കെ ദേഷ്യം കാണുമായിരിക്കും, അല്ല മാഷിനോടൊക്കെ ദേഷ്യം കാണുമായിരിക്കും, ചിലപ്പോൾ ആ ദേഷ്യം അയാൾ തീർത്താലോ. നീ പേടിക്കേണ്ട കമലെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ചിലപ്പം വിക്രത്തെക്കുറിച്ച് ചോദിക്കാനായിട്ടായിരിക്കും അങ്ങോട്ട് വിളിപ്പിക്കണേന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് നല്ലൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒടുവിൽ മാഷോട്, നീ പേടിക്കാതിരിക്കുക, ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3 പേരും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങണം. അപ്പോഴേക്കും നന്ദിനി വന്ന് വിനായകനെ വിളിച്ചു. വിനയേട്ട ഒന്ന് വരാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് വല്ല തല്ല് കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ വിനയേട്ടൻ അതിനൊക്കെ മാറിയെന്നാണോ അറിയാലോ. എൻ്റെ നന്ദിനി തല്ലാനൊന്നും പോകുന്നൊന്നുമില്ല, അതിന് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടല്ലോ. ഇതൊക്കെ പറയും, ആ വാസവൻ്റെ ആൾക്കാർ ഇവിടെ ഒന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിനായകൻ അങ്ങോട്ട് ചെന്നു. 3 പേരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് സാബുവിനെ ശ്രീകാന്ത് വിളിച്ചു. ശ്രീകാന്ത് വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് SI സാബു പറഞ്ഞു, 3 ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്, ആ വിക്രത്തിൻ്റെ അച്ഛനെ ചേട്ടനെ ഒക്കെ വിളിപ്പിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, നല്ല രീതി തന്നെ കൈകാര്യം ചെയ്തേരെ, ചിലപ്പോൾ അവർക്ക് സത്യങ്ങൾ അറിയാമെങ്കിലോ. അതൊക്കെ ഞാൻ ഏറ്റു, അവന്മാർക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ വിക്രം എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ആ സത്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം, അവൻ ഏത് പാതാളത്തിൽ പോയി വിളിച്ചിരുന്നാലും അവനെ പൊക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണം മാഷും വിശ്വം വിനായനും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോഴേക്കും കോൺസ്റ്റബിൾ ചെന്താന്ന് ചോദിച്ചു. അല്ല, സാബു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നാന്ന് പറയണം, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ SIയുടെ ക്യാബിലേക്ക് ഉണ്ടേലും വേണം. SI പറഞ്ഞു, ഞാൻ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് അടുത്തേക്ക് വന്നു. ഇനി സത്യം പറ, വിക്രം എവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാഷോടും, സാറേ ഇത് സാറിനോട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾക്കറിയില്ല അവൻ എവിടെയുണ്ടെന്ന്. വെറുതെ കള്ളത്തരം പറയണ്ട, നിങ്ങൾ അച്ഛനും ചേട്ടന്മാരും കൂടിയിട്ടല്ലേ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. വിശ്വം പറഞ്ഞു, സാർ എന്തൊക്കെയാ പറയണേ, അങ്ങനെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എന്താ, ഞങ്ങൾക്ക് അവനെക്കുറിച്ച് അറിയില്ല, ആ വരുൺ മരിക്കുന്നതിൻ്റെ അന്ന് കണ്ടതാ ഞങ്ങൾ, അല്ലേലും അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടൊന്നും ഇല്ല സാറേ, ഇത് മനഃപൂർവ്വം ആരാണ്ട് അവനെ കൊടുക്കാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സാബു എന്ന് വിശ്വത്തിന് കോളറിനോട് കുത്തിപ്പിടിച്ചു. നീയാണോടാ തീരുമാനിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വിനായകൻ ഞെട്ടിപ്പോയി. വിനായകൻ പറഞ്ഞു, സാറേ വിശ്വേട്ടൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം. എന്താടാ നീ പറഞ്ഞേ? വിശ്വേട്ടൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമെന്നോ? അന്നെങ്കിൽ നീയാണ്ടാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അയ്യോ സാറേ എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാബു പറഞ്ഞു, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എവിടെയാന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അല്ലെങ്കിൽ അവൻ പുറത്ത് വരിക തന്നെ ചെയ്യും. അച്ഛനും ചേട്ടന്മാർക്കിട്ട് നല്ലത് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അവന് വരാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് വിശ്വത്തെയും വിനായകനെയും നോക്കണം. വിനായകൻ ഞെട്ടി. അപ്പോഴേക്കും മാഷിൻ്റെ അടുത്തേക്കൊന്ന് മാഷിൻ്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ച് മാഷിനെ കുനിച്ചെടുത്ത് ഇടിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം വിനായകനും കയറി ഇടപെട്ടു. അയ്യോ വേണ്ട, അച്ഛനെ തല്ലല്ലോ, ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കയറുകയാണ്. എന്താടാ നീയൊക്കെ എൻ്റെ കൈ തടയാറായോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തിനെ അടിക്കുവാണ്. പിന്നീട് അവന്മാരെ 2 പേരെയും കൂടെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുവാണ്. ആ സമയം വിശ്വം അലറി കരഞ്ഞു കഴിയുമ്പോഴത്തേനും മിണ്ടരുത്, ശബ്ദം പുറത്തു വരില്ലെന്ന് പറഞ്ഞു. വിശ്വം വാ പൊത്തിപ്പിടിച്ച് വെക്കുകയാണ്. ചൂടിൽ വെച്ച് നല്ല അടി അടിക്കുകയാണ്. വിശ്വത്തിന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമെന്നില്ല. അതുപോലെ തന്നെ വിനായനായിട്ടും കിട്ടി, മാഷിനിട്ടും കിട്ടി. 3 പേരും തല്ലി ചതയ്ക്കുന്നുണ്ട് അവിടെയിട്ട്. വേണ്ട, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വിടാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. സാബു അയാൾ ഉള്ള കലിപ്പ് മൊത്തം അവരുടെ ദേഹത്ത് തീർക്കുകയാണ്. വിക്രത്തോടുള്ള ദേഷ്യം മൊത്തം അവിടെ തീർക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, കൊള്ളാതെ നിവൃത്തിയില്ലല്ലോ. ഒടുവിൽ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ലെന്നായി 3 പേർക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഒടുവിൽ പറഞ്ഞു, ദേ ഇപ്പം കിട്ടിയ അനുഭവം ഉണ്ടല്ലോ, ഇനി അവനെ കണ്ടില്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, നിന്നെയൊക്കെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. പറഞ്ഞ മനസ്സിലായല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു അവരെ പറഞ്ഞു വിടുവാണ്. 3 പേരും അവശതയായിട്ടാണ് വീട്ടിലേക്ക് വന്നു കയറുന്നത്. അങ്ങനെ അവശതയായിട്ട് അവർ വന്നു കഴിയുമ്പോഴത്തേനും കമല അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കമല ചെന്താ മാഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീജയും കൂടെ ഓടി വരുന്നത്. ശ്രീജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിൻ്റെയൊക്കെ മുഖത്തൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം തല്ലേൻ്റെ പാടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിനായകനും അവരൊക്കെ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. കാരണം ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പെട്ടെന്ന് ശ്രീജയും നന്ദിനി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. കമല ആകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു.
ഇത്രയ്ക്കൊന്നും കമലയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ആ സമയത്ത് വേദയും വിക്രമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദ വിക്രത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നീട് വിക്രത്തെ കണ്ടു പറഞ്ഞു, ഇന്നൊരു ദിവസത്തോടെ നിന്നാൽ മതി, രാത്രിയിൽ എന്താണെങ്കിലും ഇഷിത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അല്ല അത് വേണം. അവിടെയാണെങ്കിൽ സേഫാണ്, സത്യങ്ങളൊക്കെ പുറത്തു വരുന്നോടം വരെ വിക്രം വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ വിക്രത്തിന് എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നു മനസ്സിൽ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ചിന്തയൊക്കെ ആയിരുന്നു വിക്രത്തിന് മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.